അവയവദാനം നടത്തിയ കൊല്ലം ചാത്തന്നൂർ ചിറക്കര സ്വദേശി ഷിബുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശി ദുർഗ കാമിക്ക് പുതിയ ജീവിതം നൽകിയിരുന്നു. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ചിറക്കരയിലെ വീട്ടിലെത്തിയത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് ഷിബു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ വീടിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചു. അഗാധ ദുഃഖത്തിലും അവയവങ്ങൾ ദാനം നൽകാൻ അമ്മ ശകുന്തളയും സഹോദരി ഷിജിയും തീരുമാനിച്ചു. ഷിബുവിന്റെ ഹൃദയം, വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, ത്വക്ക് എന്നിവ നിരവധി പേർക്ക് പുതുജീവിതം നൽകി. ഹൃദ്രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന നേപ്പാൾ സ്വദേശിയായ 22-കാരി ദുർഗ കാമിക്കായിരുന്നു ഷിബുവിന്റെ ഹൃദയം നൽകിയത്. ഏറെ പ്രതിസന്ധികൾ നേരിട്ട് പൊതുജീവനായി കാത്തിരിക്കുകയായിരുന്നു ദുർഗ. കഴിഞ്ഞ ദിവസം നടന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ നാടൊന്നാകെ പ്രാർത്ഥിച്ചു. ദുർഗയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവയവദാനത്തിനു ശേഷം ഇന്ന് ചിറക്കരയിലെ ഷിബുവിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കാത്തുനിന്നത്. ഈ വേദനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടും ആ കുടുംബം എടുത്തൊരു വലിയ മഹാമനസ്കതയുണ്ട്. അതിനെ കാണാതിരിക്കാൻ കഴിയില്ല. ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിൻ്റെ കുടുംബം കാട്ടിയ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉൾപ്പെടുത്തി ആ ചിന്തയോടുകൂടി തന്നെ ഈ വിഷയത്തെ സമീപിക്കും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവരാനും പരമാവധി സാമ്പത്തിക സഹായം ഈ കുടുംബത്തിന് ചെയ്യാനും പരമാവധി ശ്രമിക്കും. വ്യക്തിക്ക് പുതുജീവനേകുന്ന ഒരു പുണ്യ പ്രവർത്തനമാണ്. അപ്പം അതിന് സമ്മതം നൽകുക എന്ന് പറഞ്ഞാൽ അതിലേറെ പുണ്യ പ്രവർത്തനമാണ്. അപ്പം ഇവിടുത്തെ ഈ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ അമ്മയും സഹോദരി എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും മഹത്തായ ഒരു കാര്യത്തിന് അതിനൊരു സമ്മതം നൽകുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. ജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്ന് MLA ഉൾപ്പെടെ ഉറപ്പു നൽകി. ന്യൂസ് മലയാളം, കൊല്ലം.